എന്നുള്ള കവിതയിൽ കവി ബുദ്ധനെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. ഒരു കാട്ടുപുലിക്കു താങ്ങുവാനരുതാതുള്ള വിശപ്പു കാണുകയാൽ തിരുമൈ അതിനാരശിപ്പതിന്നരുളി ബുദ്ധനവൻ ജയിപ്പുതേ. ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ആ കവിതയിൽ ശരിക്കും ബുദ്ധൻ്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ കവി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധനെ പോലെയുള്ള മഹർഷിമാർ ജനിച്ച പുണ്യഭൂമിയുടെ കണ്ണ് നിറയ്ക്കാൻ ഇന്ന് ഒരാൾക്കും ഉപകാരമില്ലാത്തൊരു ശരീരത്തിൻ്റെ കൂട്ടും പേറിയിട്ട് ആളുകൾ മരുവുകയാണ്. അതായത് കരുണയില്ലാത്ത ആളുകൾ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ പൂർവികർ ഭുവനൈകഹിതത്തെ നോക്കി പൂജ്യന്മാരായി, നമ്മളോ സ്വാർത്ഥപരന്മാരായിട്ട് പരദാസന്മാരായി, അതായത് ബ്രിട്ടീഷുകാരുടെ ദാസന്മാരായിട്ട് യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം. പണമെന്തിനു വിദ്യ എന്തിനുൽബണമൂക്കെന്തിനു മൂർഖനോ ഓർക്കുകിൽ ഗുണമന്യഹിത പ്രവൃത്തനാവണമെന്നേ ഫലഹേതുവായി വരൂ. പണമെന്തിന്, വിദ്യ എന്തിന്, ഊക്ക് ശക്തി എന്തിനാണ്? അതൊന്നുമല്ല, അന്യഹിത പ്രവൃത്തനായിട്ടിരിക്കലാണ് ഉത്തമം. ഇതിൻ്റെ അടുത്ത വരിയിൽ പറയണത് ഇതിൻ്റെ ആദ്യത്തെ വരി വായിക്കുമ്പോൾ, അതായത് പണമെന്തിന്, വിദ്യ എന്തിന്, ഊക്കെന്തിന് എന്നുള്ളത് നമുക്ക് ചങ്ങമ്പുഴ പിൽക്കാലത്ത് എഴുതിയ 2 വരി ഓർമ്മ വരാതിരിക്കില്ല. വിത്തമെന്തിന്നു വിദ്യ എന്തിന്നാ വിദ്യൂതാങ്കന്നു വേറിനി. ഇതേ ചോദ്യം ആണ് ഈ പഴയ കവിതയിൽ, രമണന് മുമ്പ് വന്ന ഈ കവിതയിൽ പണമെന്തിനു വിദ്യ എന്തിനുൽബണമൂക്കെന്തിന്, മൂർഖന് എന്നാണ് പറഞ്ഞതെന്ന് മാത്രം. എന്നാലും ഒരു സാമ്യം കാണാതിരിക്കില്ല. പക്ഷെ രണ്ടിൻ്റെ സന്ദർഭങ്ങൾ വ്യത്യസ്തമാണ്, ശൈലി വ്യത്യസ്തമാണ്. എന്നാലും പണമെന്തിനു വിദ്യ എന്തിന് എന്നതിനെ വിത്തമെന്തിനു വിദ്യ എന്തിന് എന്ന് തിരിച്ചിട്ടത് തന്നെയല്ലേ അതും. ആണ് ജീവിതം സ്ഥിരമല്ല, മരണം ദൃഢമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പരഹിതമനുഷ്ഠിച്ച് പരസുഖത്തെ വർദ്ധിപ്പിച്ച് പരജനഹിതായ പരജനസുഖായ എന്ന ബുദ്ധമതപ്രകാരം നിങ്ങളുടെ ദിവസങ്ങൾ നീക്കുക എന്നാണ് ചെറുപ്പക്കാരനായ ഈ കവി ആ കവിതയിൽ പറയുന്നത്. അവസാന ശ്ലോകത്തിൽ അദ്ദേഹം ഭാരതഭൂമിക്ക് വിജയം ആശംസിക്കുന്നത് ഇങ്ങനെയാണ്: പരനുടെ ഹിതം ഏതൊന്നോ അത് ആവും വണ്ണം പരമസുഖത്തോടെ അനുഷ്ഠിച്ച് ഉത്തമസ്ഥാനമേറിയ വരമുനികൾ പിറന്ന ഇന്ത്യയെ നിന്റെ ലോകോത്തരമായ ആ മഹിമ വളർത്തിക്കാണിച്ച് വീണ്ടും വിജയിക്കൂ. ഈ പ്രാർത്ഥനയുടെ ഫലം പോലെയാണ് ഗാന്ധിജി പിൽക്കാലത്ത് ഇന്ത്യയിൽ ആവിർഭവിക്കുന്നത്. അങ്ങനെയുള്ള ഗാന്ധിജിയിൽ നാലപ്പാടൻ ആകൃഷ്ടനായതിൽ എന്താണ് അത്ഭുതം? ഒരു ഉറുമ്പിന് വേദന പറ്റാതിരിക്കാൻ ചാടിയതുകൊണ്ട് കാലുളുക്കിപ്പോയ പാവങ്ങളിലെ മെത്രാനെ അദ്ദേഹം സ്നേഹിച്ചു. മലയാളിക്ക് പരിചയപ്പെടുത്തി തന്നു. അതിലും എന്താണ് അത്ഭുതം? ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഹിതത്തിന് വേണ്ടി ജീവിക്കുന്നവരെ അദ്ദേഹം സ്നേഹിച്ചു. വാർദ്ധക്യകാലത്ത് അദ്ദേഹം എഴുതിയ വാർദ്ധക്യം എന്ന കവിതയിൽ താൻ എന്തൊക്കെ ആഗ്രഹിച്ചുവോ അതൊക്കെ ആയി തീർന്നുവോ എന്ന ചോദ്യം അവനവനോട് തന്നെ ചോദിക്കുന്നുണ്ട്. താരകരത്നം മുറ്റിപ്പതിഞ്ഞ മുടിചൂടി സ്ഫാരവർണാഭം നഭപ്പുന്തുകിലുടുപ്പേന്തി ആന്തരാനന്ദം നിറഞ്ഞ എന്തലായി തിര്യഗ്ലോകം ഓം തത് സത് എന്നായി മൂളും ശാന്തസംഗീതം പാടി ഉത്സുകമിലച്ചാർത്തിൽ കുത്താടും മണിത്തെന്നലുച്ഛ്വസിച്ചിടും തോറും ആത്മാവു ചാടിത്തുള്ളി ആർക്കുമുള്ളുലകത്തിനുറ്റ ശാശ്വത ചെങ്കോൽ കൈക്കുള്ളിലടക്കിയോ സർവർക്കും സമർപ്പിക്കാൻ ജീവിച്ചു ഭവാൻ. എന്നാൽ എന്നോട് ഞാൻ ചോദിച്ചേൻ, ജീവിയിൽ ഏതൊന്നിലും ആത്മാവെ പകർത്തിയോ? പുൽപ്പിറപ്പിലും മാതൃത്വോചിതം ഈറ്റുനോവിൻ ദുർഭരഭാവം അനുഭവിച്ചു അന്യോന്യമായി